ഹായ് ഓൾ കിത്താൻ കില്ലോ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു വലിയ ഫിഷ് കട്ട് ചെയ്യാൻ പോവുകയാണ്. കട്ട് ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇത് നമുക്ക് നല്ലൊരു കിടിലൻ മീനിനെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. നല്ല വലുതാണ്, ഒരു 5 കിലോ 4 കിലോ ഒക്കെ വരുമായിരിക്കും കേട്ടോ. അടിച്ചൊക്കെ നോക്കൂ കേട്ടോ, എന്തോ സൗണ്ടായി മീനിന്. നല്ല ഫ്ലഷ് ഉണ്ട് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യാം. ഹലോ, അപ്പോൾ നമ്മൾ കണ്ടല്ലേ, തംബ്നെയിലിൽ കണ്ടതുപോലെ നമുക്കിത് ഇവനെ അങ്ങോട്ട് വെട്ടി നുറുക്കാം. സംഭവം ഇച്ചിരി വലുതാട്ടോ, നല്ല വലുതാണ്, ഇച്ചിരിയല്ല. ഞാനിതുവരെ ഇത്രയും വലിയ മീനൊന്നും കട്ട് ചെയ്തിട്ടില്ല. ഇതിൻ്റെ മിനിമൽ സൈസിലുള്ള ഒരെണ്ണത്തിന് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ആക്കി കാണിച്ചു തരാം. ലൈഫിൽ ഓരോ എക്സ്പീരിയൻസ് അല്ലേ ഇതൊക്കെ, അപ്പം ഒന്ന് മെമ്മറബിൾ ആയിക്കോട്ടെ. അതുപോലെ തന്നെ ഇതുവരെ ചെയ്തിട്ടില്ല, ഇതൊന്നും ഇതുവരെ ചെയ്തിട്ടേ ഇല്ല കേട്ടോ. അപ്പം ഇതുവരെ ചെയ്തിട്ടില്ലാത്തവർക്ക് അതൊരു ഒരു പ്രചോദനം ആയിക്കോട്ടെ. നമുക്ക് എന്തൊരവസ്ഥ വന്നാലും നമുക്ക് ഒറ്റയ്ക്കാകുമ്പോൾ നമുക്ക് ചെയ്യണമല്ലോ. ഇപ്പം വീട്ടിലാണെങ്കിൽ നമ്മൾ പറയും അമ്മ ചെയ്തോളും അല്ലേ, അമ്മ ചെയ്യുന്നല്ലേ. അപ്പം നമുക്കിപ്പം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനാ, നമ്മൾ ചെയ്തല്ലേ പറ്റും. അപ്പം നമുക്ക് ചെയ്യാം. അപ്പം ഇത് എവിടുന്ന് തുടങ്ങണമെന്നും പറഞ്ഞ് ഞാനിതിനെ എങ്ങനെയായിട്ട് കറക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എൻ്റെ തോന്നൽ ഫസ്റ്റ് നമുക്ക് ഈ സാധനം എടുക്കാം. പക്ഷെ അതിൽ നിന്ന് നല്ലത് ഈ വാലിനെ അങ്ങ് റിമൂവ് ചെയ്തെങ്കിൽ കുറച്ച് ശല്യം കൊടുക്കുന്നുണ്ട്. പക്ഷെ വാല് വേണം, ഈ തൊലി ഇളക്കുമ്പോഴേ, അല്ലെങ്കിൽ ഒരു കട്ടി കിട്ടത്തില്ല. ഈ കവറ് വേസ്റ്റ് പറക്കി വെക്കാനാണ്. ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റിന് ഈ ഡെറ്റോളിട്ട് തുടച്ചെടുക്കണം. കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ, ഉള്ള സ്ഥലത്തിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം. അപ്പോൾ ഇതിന് മുമ്പ് ഡെറ്റോളിട്ട് ഫുൾ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്തു, എന്നിട്ടാണ് അടുത്ത പരിപാടി വന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് ചെകിള കട്ട് ചെയ്തു. ഇനി ഈ സൈഡ് കട്ട് ചെയ്യാം, അത് കഴിഞ്ഞ് ഇപ്പുറത്തെ സൈഡ് കട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ സൈഡിലത്തെ ഈ സാധനവും കട്ട് ചെയ്യാം. അടുപ്പിൽ മീൻ പൊരിക്കാൻ വെച്ചിരിക്കുന്നു, പിന്നെ കെറ്റിൽ വെള്ളം ഇരിക്കുന്നു. അതിൻ്റെ സൗണ്ട് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. എനിക്ക് മ്യൂസിക് ഇടുന്ന പരിപാടിയൊന്നും അത്ര വലിയ ഇഷ്ടമല്ല എന്നല്ല, എനിക്കത് അറിയില്ല അങ്ങനെ കിട്ടാൻ പ്രശ്നം ആയാലോ എന്നൊരു പേടിച്ചിട്ട് ഞാൻ ഇടില്ല കേട്ടോ. നമുക്ക് ഈ സൈഡ് കട്ട് ചെയ്യാൻ. അത് ഞാൻ മീനിനെ തിരിച്ച് പിടിച്ചിട്ട് വാലിൽ കൂട്ടി പിടിച്ചു. നോക്കിക്കോ, കാണാൻ പറ്റുന്നുണ്ടോ? വാലിൽ കൂട്ടി പിടിച്ച് ഇറുക്കി പിടിച്ചു വാല്. എന്നിട്ട് ഇതിന് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക. ഓക്കെ, കട്ട് ചെയ്യുന്ന മൊത്തം ഒന്നും ഇട്ട് നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അവസാന രൂപം എങ്ങനെയെങ്കിലും പെട്ടെന്ന് കാണിച്ചു തരാം. അപ്പോൾ ആർക്കും ലോങ് വീഡിയോ ഒന്നും കാണാൻ വയ്യല്ലോ. ഇത് മീൻ പിടിക്കാൻ പോയ ചൂണ്ട മീനാണ് കേട്ടോ, ചൂണ്ടയ്ക്ക് കിട്ടിയ മീനാണേ. കുറച്ച് വരി വിട്ട് പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മളെ കൊണ്ട് പറ്റുന്ന കണക്കല്ലേ പറ്റൂ. സാധാരണ നമ്മൾ ബോട്ടിൽ നിന്നാണ് മേടിക്കുന്നെങ്കിൽ അവർ ഇതൊക്കെ വൃത്തിയാക്കി തരും കേട്ടോ. സോ ഇത് ചൂണ്ടക്കാരായതുകൊണ്ട് തന്നെ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ഫോർ ദം. അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളങ്ങനെ പറയത്തുമില്ല വൃത്തിയാക്കി തരുമോ എന്ന്. ഇത് ഇവിടുത്തെ 80 രൂപയ്ക്ക് വാങ്ങിയതാണ്. അതായത് നാട്ടിൽ ഒരു 400 രൂപ, 450 രൂപ. നമ്മുടെ സ്ലാബും എല്ലാം നല്ല വൃത്തികേടായിട്ടുണ്ട്. നമുക്കിനി ഫിഷ് കട്ട് ചെയ്തിട്ടുള്ള പരിപാടി കഴിഞ്ഞിട്ട് നല്ല പണിയുണ്ട്. അതുമാത്രമല്ല, ഇതിനെ തൊലി ഉരിച്ച് എടുക്കേണ്ട ഫിഷാട്ടോ. കണ്ടോ തൊലി ഇളകി വരുന്നത്. ഇതുപോലെ അപ്പുറത്തെ സൈഡും കട്ട് ചെയ്യണം. ഹലോ ഗൈസ്, ഫോൺ എടുക്കുന്ന തറവിന് കേട്ടോ. ഞാൻ നമ്മുടെ ട്രൈപോഡൊന്നും ഇല്ല. ഒരു കുക്കറിൻ്റെ മേളിൽ, കുക്കറിൻ്റെ ഭാഗം കാണാം. കുക്കറിൻ്റെ മേളിൽ ഒരു ഉഴുന്നിട്ട് വെച്ചിരിക്കുന്ന പാട്ട് എടുത്ത് വെച്ച് വെള്ളത്തിട്ട് വെച്ചിരിക്കുക. ഉഴുന്ന് അത് ചാരി വെച്ചിരിക്കുക. അതിൻ്റെ സ്റ്റാൻഡ് ഒന്നും വർക്ക് ആവുന്നില്ല. അപ്പം നമുക്ക് ചെതമ്പലെടുക്കാം. നമ്മുടെ സ്പേസുമായിട്ടേ നമുക്ക് ശരിയാവുന്നില്ല അങ്ങോട്ട്. ഞാൻ വീണ്ടും ഇവിടെ ഒന്നുകൂടെ കുറച്ച് വൃത്തിയാക്കി. എന്നിട്ട് അടുത്ത ട്രിപ്പ് ഇറങ്ങുന്നത് ചെതമ്പലുണ്ടേ. ഈ ഫിഷിനെ ഇവിടെ പറയുന്നത് ജാക്ക് ഫിഷ് എന്നാണ്. ജാക്ക് ഫിഷ് കണ്ടോ, ചെതമ്പൽ ഇറങ്ങുന്നത്. എക്സോസിൻ്റെ സൗണ്ട് കേൾക്കാം അല്ലേ. സോറി, ലൈറ്റ് ആയിട്ട് ഓഫ് ചെയ്തത്. എക്സോസ് നമുക്ക് കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്തിടാം, വീഡിയോ എടുക്കുന്നുണ്ടാണേ. ഇനി അടുത്ത സൈഡ്. ഞാൻ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ. പിന്നെ മീനൊന്നും കട്ട് ചെയ്യാൻ അറിയാത്തവർ അയ്യോ ഞാനിങ്ങനെ കട്ട് ചെയ്യും എനിക്കറിയില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട. അങ്ങനെയുള്ളവർക്ക് ഒരു ആദേശം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വലിയ പെർഫെക്റ്റ് ഒന്നും ഉള്ളത് വേണ്ട. ഷേപ്പ്ലെസ് ആയിട്ടൊക്കെ സൈഡ് പോയിരിക്കുന്നത്. എന്നാൽ നമുക്ക് സാധനം ക്ലീനാക്കി കിട്ടുമോ, അതാണ് മെയിൻ. അപ്പം നമ്മൾ പിന്നെ അവിടെ ഇവിടെ ഒരു ചെതമ്പൽ കണ്ടാലും ഒക്കെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ലല്ലോ. നമ്മൾ അതുപോലെ തന്നെ ക്ലീൻ ചെയ്യുക. മറ്റുള്ളവർ കുറ്റം പറയുമല്ലോ, അതൊന്നും വേണ്ട, ചെയ്ത് നോക്കാം.
ഇവിടെ കുറച്ച് ഭാഗത്തുണ്ട് കേട്ടോ. നന്നായിട്ട് തിറക്കുന്നുണ്ട്. നല്ല പിടിപ്പത് പണിയാണ് നമുക്ക്. ഇത് വൃത്തിയാക്കി കഴിഞ്ഞാൽ കഴുകി കേട്ടോ, ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ തൊലി ഉരിക്കാം. ഓക്കെ, എങ്ങനെയാണാവോ, ബട്ട് ലെറ്റ്സ് ട്രൈ. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് വാലിൻ്റെ അവിടെ നിന്ന് വെട്ടിക്കൊടുക്കണം. വാലിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊടുത്ത് നോക്കാം. പൊട്ടി പൊട്ടി വരുന്നു. സെറ്റാവോ ആവോ. ദാറ്റ്സ് ഗുഡ്. നോക്കൂ, ഇത്തിരി പാടുണ്ട് കേട്ടോ. തൊലിയും കൂടെ ഇളവി വരും ചിലപ്പോൾ. സൂക്ഷിച്ചും കണ്ടും തൊലി ഉരിക്കുക. അപ്പം നമുക്കിനി തൊലി ഒന്ന് സമാധാനമായിട്ട് ഉരിക്കാം. തൊലി നന്നായിട്ട് വലിച്ച് ഊരി എടുക്കുക കേട്ടോ. എന്തുവാ, രാവിലെ എഴുന്നേറ്റ് നല്ല കിടിലൻ എക്സസൈസ് ആണ്. നല്ലതായിട്ട് അയക്കുന്നുണ്ടായിരുന്നു ചെയ്യുമ്പം തന്നെ. കാര്യം അത്യാവശ്യം നല്ല ആവേശം എടുത്ത് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ നന്നായിട്ട് തൊലി മാക്സിമം ഉരിഞ്ഞെടുത്തു കേട്ടോ. ഹായ്, അയ്യോ ഫോൺ 2 പ്രാവശ്യം പറയുന്നു ഈ എടുക്കുന്നതിടയിൽ. അപ്പോൾ നമ്മളിതേ എന്നെ ആക്കുന്നുണ്ടല്ലേ എൻ്റെ പൊന്നോ, നല്ല എക്സസൈസ് ആണ്. ഫിഷ് കട്ടിന്ന് അങ്ങനെ അതിൻ്റെ തൊലിയൊക്കെ ഇളക്കി നമ്മുടെ ഹൈലൈറ്റ് ആയ തലയെ നമുക്ക് വെട്ടി മാറ്റാം. അതിനുശേഷം പാലെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തല വെട്ടാം. തലയുടെ തൊലി പിടിച്ചില്ലേ, കഴിഞ്ഞ കുഞ്ഞു മീൻ കഴിഞ്ഞ പ്രാവശ്യം വെച്ച് തലക്കറി വെച്ചായിരുന്നു. കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ തല ഞാൻ ഇത് ചെയ്യുന്നില്ല. നല്ല വെയിറ്റും ഉണ്ട്. ഇതൊന്നും എങ്ങനെ പോയാലും ഇങ്ങനെ 5 കിലോ വരുമായിരിക്കും. വഴുതി പോകുന്നുണ്ട്. അണങ്ങിയിരിക്കൂടെ, ഞാനൊന്ന് ഇങ്ങനെ തല ഭാഗം മാറ്റട്ടെ. നല്ല ഫ്രഷ് മീനിനെ അരിഞ്ഞ് കുളമാക്കി കുഴക്കാതിരുന്നാൽ മതി. ഞാനായിട്ട് നമ്മുടെ നാട്ടിലെ വെട്ടുകത്തിയൊക്കെ ആണെങ്കിൽ ഒറ്റ വെക്കാം. ഇവിടെ ഉണ്ട് കേട്ടോ വലിയ ചാക്കി. ഇനിയിപ്പം വാങ്ങാനൊന്നും സമയമില്ലായിരുന്നു. നമ്മൾ സാധാരണ കട്ട് ചെയ്ത് മേടിക്കണം. നമുക്ക് വലിയ ചാക്കി ആവശ്യമില്ലായിരുന്നു. എന്തായാലും മാലിദ്വീപ്സിൽ വന്ന് നമുക്ക് പല ടൈപ്പ് ഫിഷ് ട്രൈ ചെയ്യാൻ പറ്റി. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി തല അരിഞ്ഞിരിക്കുന്നു. തല നമുക്ക് കറിയാണ്ടാക്കാം കേട്ടോ. ഇന്നല്ല പിന്നീട് ആവട്ടെ. ഇന്നിപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഫ്രൈ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ആദ്യം നീ കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ചൂണ്ടിട്ട് അവിടെ നിന്നാണ് മേടിച്ചത്. ഇന്നലെ നമുക്ക് ഗ്രിൽഡ് ഫിഷ് കിട്ടി. പിന്നെ അത് രാവിലെ ഫ്രൈ ചെയ്തു. ഇന്നിപ്പം ഈ ഫിഷ് കട്ടി നമ്മൾ ഫ്രിഡ്ജിൽ ആക്കുക. അതാണ് നമ്മുടെ ജോലി ഇന്നത്തെ. ഇതിനകത്ത് കുറച്ച് വേസ്റ്റേജ്, മെയിൻ വേസ്റ്റേജ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇരിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റാം. അങ്ങനെ നമ്മൾ തല സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വാല് കട്ട് ചെയ്താലോ. നമുക്ക് തലയങ്ങ് വെള്ളത്തിലോട്ടിടാം. ഇനി വാല് നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ഇനി എൻ്റെ ആത്മവിശ്വാസം ഓവർ കോൺഫിഡൻസ് രണ്ടല്ലേ. അമിത വിശ്വാസമായി പോകുമോ ഗൈസ്? ഓ കുഴപ്പമില്ല കേട്ടോ. യെസ്, ഫൈനലി അതും കഴിഞ്ഞു. വാല് നമ്മൾ സെപ്പറേറ്റ് ആക്കി. നമുക്കിനി വേസ്റ്റൊക്കെ കെട്ടണം. ഈ തറയൊക്കെ നല്ലതായിട്ട് ഡെറ്റോൾ. ഇനി നമുക്ക് പീസസ് ആക്കണം കേട്ടോ. അപ്പോൾ ഇത് പീസസ് ആക്കാൻ പോകുന്നു. ട്യൂണ പോലെ അങ്ങനെയൊന്നും നമുക്ക് നെടുവെയൊന്നും കട്ട് ചെയ്ത് പറ്റത്തില്ല. ഈ സൈഡിലൊക്കെ മുള്ളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റൗണ്ടായിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ റൗണ്ടായിട്ട് ഇനി കട്ട് ചെയ്തെടുക്കാം. നമുക്ക് എത്ര വലുപ്പത്തിലാണോ വേണ്ടത് ആ വലുപ്പത്തിൽ എടുത്ത് വെച്ചിട്ട് സൈസ് നോക്കി കട്ട് ചെയ്യാം. ഈ സൈഡിലത്തെ തൊലിയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ എനിക്ക് മാക്സിമം പറ്റുന്ന ഞാൻ തൊലിയൊക്കെ ഇരിച്ചായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പോകെ ഓരോന്ന് കട്ട് ചെയ്തും നമ്മൾ കുക്കിങ്ങിനൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ചെയ്യാം. ഇപ്പോൾ എനിക്ക് എത്ര സൈസിൽ റൗണ്ട് സൈസിൽ വേണോ ആ സൈസിലാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ഈ ഒരു വലുപ്പമാണ് ഞാൻ ഡിസൈഡ് ചെയ്തത് കേട്ടോ. അപ്പോൾ എന്തായാലും കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ദേ തിരിച്ചു വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഫുൾ കൺഫ്യൂഷനാണ്. ഒന്നത് സ്ഥലമില്ലല്ലോ, ലിമിറ്റഡ് പ്ലേസിൽ വേണ്ടേ നമ്മളിത് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ ദേ ആ ഒരു വണ്ണത്തിലാണ് ചെയ്യുന്നത്. അപ്പം നല്ല ഫ്ലഷ് ഉണ്ട്, ഇറങ്ങി ചെല്ലണം കേട്ടോ, അങ്ങേ ഇറങ്ങി ചെല്ലുക. അങ്ങനെ എന്തായാലും ദേ കട്ട് ചെയ്യുക. കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ നമുക്ക് പീസസ് ആയിട്ട് കട്ട് ചെയ്യാം. ഗൈസ്, വൈകി വന്ന വെളിച്ചം എന്നൊക്കെ പറയില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഇത് റൗണ്ടായിട്ടേ കട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. നല്ല മിഡിൽ വെച്ച് നമുക്ക് അറ്റ്ലീസ്റ്റ് കുറച്ചൊക്കെ ഞാൻ കട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവാണേ. തലത ഇങ്ങനെ റൗണ്ടിനെ കട്ട് ചെയ്യുക കേട്ടോ. എനിക്ക് ഫോൺ വയ്ക്കാനൊന്നൊരു സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാനിത് കാണിക്കാത്തത്. സൈഡിൽ നിന്നേ കട്ട് ചെയ്ത് റൗണ്ട് അടിച്ച് വന്നത്. പല്ലും കല്ലും ഒക്കെ എടുത്ത് കളഞ്ഞതേ കയ്യിൽ കൊള്ളും, അതുകൊണ്ട് ഇങ്ങനെ റൗണ്ടിന് കട്ട് ചെയ്തെടുത്തു കേട്ടോ. അയ്യോ, അങ്ങനെ കഷ്ടപ്പാടിൻ്റെ ഫലം കഴുകി വൃത്തിയാക്കി ഇതേ വച്ചിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ. അപ്പോൾ അതേ എന്തായാലും നല്ല കിഡിലനായിട്ട് മീൻ നന്നായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ചൊക്കെ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾക്ക് കാണാമായിരിക്കും. എന്നാലും ഈ ഫിഷ് കട്ടിങ് ചാലഞ്ച് വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു എന്ന് നിങ്ങളൊന്ന് നോക്കിയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ അതേ തലയൊക്കെ നോക്കൂ, എന്ത് കഷ്ടപ്പെട്ട അത്രയും വലിയ തല ഞാൻ കുഞ്ഞാക്കി കട്ട് ചെയ്തത്, അത് നമ്മുടെ ആ നോർമൽ പിച്ചാത്തി വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ വലിയ മീനൊക്കെ കിട്ടിയാലേ വെട്ടാൻ മടിക്കുകയൊന്നും വേണ്ട കേട്ടോ. ഇതൊക്കെ നമുക്കൊരു സ്പിരിറ്റായിട്ട് എടുത്താൽ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ പഴയ ഡയലോഗ്. ബൈ.